നഗരത്തിൻ്റെ ശബ്ദങ്ങൾ പിന്നിലാക്കി കാടിൻ്റെ നിശബ്ദത തേടിയാണ് ഇന്ന് ഈ യാത്ര. പൊന്മുടിയുടെ വനപാതകളിലേക്ക്. ഇലകളുടെ ശബ്ദത്തിൽ പോലും കഥകൾ ഒളിച്ചിരിക്കുന്ന കാട്. അതിലൂടെയാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഓരോ കാറ്റും ഓരോ നിഴലും ഇവിടെ ഒരു അനുഭവമാണ്. ഒരു റോഡ് തീരുന്നിടത്ത് ഒരു മല ആരംഭിക്കുന്നു. മനസ്സിനെ തന്നെ പരീക്ഷിക്കുന്നൊരു യാത്ര. ഇതാണ് മരുത്വ മല, പൊന്മുടി ട്രക്ക്. കഴിഞ്ഞ തവണ കതിർമുടി ട്രെക്ക് ചെയ്ത അതേ ട്രെക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇത്തവണയും ചെയ്യുന്നത്. അവരുടെ പേരാണ് എൻ റൂട്ട്. രാവിലെ 6:15 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെല്ലാവരും പിക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഞങ്ങളുടെ എൻട്രി അപ്രൂവലിന് വേണ്ടിയിട്ട്. ഈ എൻ റൂട്ട് ഗ്രൂപ്പിൻ്റെ കൂടെ വീണ്ടും ഞാൻ ട്രെക്ക് ചെയ്യാൻ വരാൻ തന്നെ കാരണം ഇവരുടെ ഒരു പെരുമാറ്റവും സർവീസുമാണ്. നമുക്കൊരു തലവേദനയില്ല, ഒന്നും അറിയണ്ട, വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യുക, അവർ പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി. ഇതായിരുന്നു ഞങ്ങളുടെ ഗൈഡ് രാജേഷ് ഏട്ടൻ. ഈ പൊന്മുടി ഭാഗത്തുള്ളൊരു ലോക്കൽ പേഴ്സൺ ആയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരത്തിലാണ് പൊന്മുടി. പൊന്മുടി റൂട്ടിൽ നിന്ന് മാറി കുറച്ച് അകത്തേക്ക് പോകുമ്പോഴാണ് മരുത്വമല ട്രെക്കിംഗ് തുടങ്ങുന്നത്. ട്രെക്കിംഗ് തുടങ്ങി ഒരു 10 മീറ്റർ ആയില്ല, അപ്പോഴത്തേക്കും അട്ടയുടെ ശല്യം തുടങ്ങിയായിരുന്നു. പക്ഷെ വലിയ രീതിയിലില്ലായിരുന്നു, എന്നാലും കൺട്രോളബിൾ. ആദ്യത്തെ ഒരു 800 മീറ്റർ നല്ല ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയായിരുന്നു. കയറ്റവും ഇറക്കങ്ങളൊന്നുമില്ല. 2 സൈഡും നല്ല നീളമുള്ള ചെടികളും താഴത്ത് പുല്ലും അങ്ങനെയൊക്കെ. പിന്നെയാണ് ടെറൈൻ മാറിയത്. പിന്നെ അങ്ങോട്ടുള്ള വഴികൾ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, അഡ്വഞ്ചറസ് ആയിരുന്നു. നല്ല ടോൾ പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു. നമ്മൾ 2 കൈയും നല്ല രീതിക്ക് കാലുകൊണ്ട് പുഷ് ചെയ്തിട്ട് വേണമായിരുന്നു നടക്കാൻ. ഞങ്ങൾ ടോട്ടൽ ട്രെക്കിങ്ങിന് 16 പേരുണ്ടായിരുന്നു. 14 പേര് ഞങ്ങൾ, പിന്നെ എൻ റൂട്ടിൻ്റെ മെൻറ്ററായ സനിലേട്ടൻ, പിന്നെ രാജേഷ് എന്ന് പറഞ്ഞ ഗൈഡ്. ഈ ഒരു മരുത്വമല ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാ, കൂടുതലും നമ്മൾ പോകുന്നത് വനപാതകളിലൂടെയാണ്. അതായത് ഫോറസ്റ്റിൻ്റെ അകത്തു കൂടെയാണ് ഫുൾ ട്രെക്ക് വരുന്നത്. അതുകൊണ്ട് തീരെ വെയിലും ചൂടും ഒന്നും അറിയില്ല നമ്മൾ. ഞങ്ങളുടെ ഗൈഡായ രാജേഷ് ഏട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല നോളജ് ആയിരുന്നു. സത്യം പറഞ്ഞ ഒരു മിനി എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എല്ലാ നേച്ചറിലും ഒരു ഫോറസ്റ്റിലുള്ള ഒട്ടുമിക്ക ഷേർബ്സ് ആൻഡ് ട്രീസിൻ്റെ കാര്യങ്ങൾ മൊത്തമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമായിട്ട് ഫോറസ്റ്റ് ട്രെക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതങ്ങളായിട്ട് തോന്നും പല കാര്യങ്ങൾ കാണുമ്പോൾ. ചില മരങ്ങളുടെ ഷേപ്പ് കാണുമ്പോൾ, ചില കല്ലുകൾ നമ്മൾ തട്ടുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ, അങ്ങനെ നമ്മൾ കയറി ഒരു കുറച്ച് ദൂരം ആയപ്പോൾ പ്രത്യേകതരം സ്മെല്ല് വന്നിരുന്നു. ഗൈഡ് പറഞ്ഞു ആനയുടെ സ്മെല്ലാണ് വരുന്നത്, ചിലപ്പോൾ ഒരു ആനയെ കാണാൻ ഭാഗ്യം ഉണ്ടാവും. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡും ഒരേപോലെ പേടിച്ചുകൊണ്ടുമായിരുന്നു. പക്ഷെ ഭാഗ്യം ഉണ്ടായില്ല, കാണാൻ പറ്റിയില്ല, സ്മെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരുത്വമല ട്രെക്കിങ്ങിൻ്റെ ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ട്രെക്ക് മൺസൂൺ സീസണിലോ അതല്ലെങ്കിൽ പോസ്റ്റ് മൺസൂണിലോ ചെയ്യണം. ഞങ്ങളാണെങ്കിൽ ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ മന്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീനറി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗ്രീനറി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ലീവ്സ് ഷെഡിങ് ടൈമായിരുന്നു, മരത്തിൽ ഇല കൊഴിയുന്നൊരു സമയമായിരുന്നു. നിങ്ങൾ ഈ ട്രെയിലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഫുള്ള് വലിയ വലിയ മരങ്ങളും ചെടികളുമാണ്. ഇവരെ തൊട്ട് തലോടാതെ നമുക്കിത് കൂടെ പോകാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെക്ക് പ്രത്യേക രസമായിരുന്നു. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. പക്ഷികളുടെ ശബ്ദവും ഇലകളിലൂടെ വീശുന്ന കാറ്റും മാത്രമേ ഉള്ളൂ. പക്ഷേ മനസ്സിന് വേണ്ട എല്ലാ കണക്ഷനും ഇവിടെ ലഭിക്കും. അങ്ങനെ ട്രെക്കിംഗ് തുടങ്ങിയ ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലെയുള്ളൊരു സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് അല്ലറ ചില്ലറ പീക്കുകളൊക്കെ കാണാം, വരയാട് മുട്ട അങ്ങനെയൊക്കെയുള്ള. അപ്പം ഗൈഡ് രാജേഷ് ഏട്ടൻ പറഞ്ഞു ഞങ്ങളോട് ഇവിടെ ഇരുന്ന് നമുക്കിനി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഈ ഭക്ഷണം നമ്മൾക്ക് താഴെ നിന്ന് പാക്ക് ചെയ്തിട്ട് തരുന്നതാണ്, ഈ എൻ റൂട്ടിൻ്റെ പാക്കേജിൽ തന്നെ ഉള്ളത്. പിന്നെ ഫുഡ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റീനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല വൃത്തിയുള്ള പാക്കിങ്ങും നല്ല വൃത്തിയുള്ള ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു.
പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയത് 4 ചപ്പാത്തിയും ഇറച്ചിക്കറിയായിരുന്നു. 2 പീസൊക്കെ ഉള്ള നല്ല അത്യാവശ്യം ഹെൽത്തി ഫുഡ്. പിന്നെ ഈ ട്രെക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം ഫുഡ് കഴിക്കാത്തതാണ് നല്ലത്. അധികം ഫുഡ് എന്നുള്ള കണക്കല്ല, ഹെവി ഫുഡ് കഴിക്കാണ്ട് ലൈറ്റ് ഫുഡ് കഴിച്ചാൽ അത്രയ്ക്ക് ബോഡിക്ക് നല്ലതായിരിക്കും. കൂടുതൽ ട്രെക്ക് ചെയ്യാനും പറ്റും, സ്റ്റാമിനയും കൂടും, ക്ഷീണം തോന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ട്രെക്ക് തുടങ്ങിയത്. കാരണം പിന്നെ അധികമൊന്നും ഈ മരുത്വമല ട്രെക്കിങ്ങിൽ ചെയ്യാനില്ല. മരുത്വമല ട്രെക്കിങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വനത്തിലൂടെയുള്ള ട്രെക്കിംഗ് തന്നെയാണ്, ഈ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഏതോ ഒരു മൃഗത്തിൻ്റെ ഒരു ബോൺ പീസ് കിട്ടി, ഏതാണെന്ന് മനസ്സിലായില്ല. ഗൈഡ് കുറേ മുന്നിലായതുകൊണ്ട് പിന്നെ ചോദിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ ട്രെക്കിങ്ങിൽ ആകെ 2 വ്യൂ പോയിൻ്റാണ് മെയിനായിട്ട് കണ്ടത്. ആ ഭാഗത്ത് നിന്ന് കുറേ മലനിരകൾ കാണാമായിരുന്നു, പക്ഷെ അത്ര വിസിബിലിറ്റി ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും പീക്കിൻ്റെ പേര് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, ചിലപ്പോൾ പെട്ടെന്ന് വീശുന്ന തണുത്ത കാറ്റ്. ഈ കാട് നമ്മെ പഠിപ്പിക്കുന്നത് നിശബ്ദത എത്ര സുന്ദരമാണെന്നതാണ്. മരുത്വാമല ട്രെക്ക് എളുപ്പമല്ല. കുത്തനെ കയറ്റങ്ങളുണ്ട്, കല്ലുകൾ നിറഞ്ഞ വഴികളും. പക്ഷേ ഓരോ കഷ്ടപ്പാടിലും പ്രകൃതി ഇവിടെ ഒരു സമ്മാനം നൽകും. ഞങ്ങളുടെ ഈ 14 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ കുറേ ടാലൻസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് മാത്രമേ അയാളുടെ ടാലൻറ്റ് കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. ഇയാൾ 18 വർഷത്തോളം കളരി പഠിച്ച ഒരാളായിരുന്നു. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ: ഒറ്റയ്ക്ക് ഈ ട്രിപ്പ് പോകരുത്. വനം വകുപ്പിൻ്റെ അനുവാദം ഉറപ്പാക്കുക. മഴക്കാലത്ത് അതീവ ജാഗ്രത പാലിക്കണം. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഉപേക്ഷിക്കരുത്. ഈ മല നമ്മുടേതാണ്, അതിനെ സംരക്ഷിക്കേണ്ടതും നമ്മളാണ്. മരുത്വമല ട്രെക്കിംഗ് ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഗ്രൂപ്പായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. അതിനകത്ത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. അപ്പോൾ അടുത്ത യാത്രയിൽ കാണാൻ കൂട്ടുകാരെ, ബൈ.